ശക്തമായ മഴയ്ക്കൊപ്പം കനത്ത കാറ്റും ഇടുക്കിയിൽ വൻ നാശം വിതയ്ക്കുന്നു. ഉടുമ്പൻചോല ചെമ്മണ്ണാറിൽ ഏക്കർ കണക്കിന് ഏലം കൃഷി കാറ്റിൽ നശിച്ചു. കൃഷി വ്യാപകമായി നശിക്കുമ്പോഴും സർക്കാരും സ്പൈസസ് ബോർഡും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഈ കഴിഞ്ഞ കാറ്റത്ത് ഒടിഞ്ഞു പോയതാണ്. ഇതിനകത്തുണ്ടായിരുന്ന ഏറിയ ഭാഗം ചെടിയും ഒടിഞ്ഞ് തകിടുപൊടിയായി പോയി. ഇതിന് ഒരു സഹായവും ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമില്ല, സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുമില്ല, ഒരിടത്തുനിന്നുമില്ല. ഇത് പോയത് ഇനി അതൊന്ന് റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഒത്തിരി പൈസ മുടക്കാവും. അതിനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. കഴിഞ്ഞ ഏതാനും ദിവസമായി കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഇടുക്കിയുടെ മലയോര മേഖലയിൽ ആഞ്ഞു വീശുന്നു. കാറ്റിൽ ഏലച്ചെടികൾ വ്യാപകമായി നശിച്ചു. ഇത്തവണ മികച്ച രീതിയിൽ വിളവ് ലഭിച്ചിരുന്ന ഏലച്ചെടികൾ നശിച്ചതോടെ കർഷകർ കടബാധ്യതയിലേക്ക് കൂപ്പുകുത്തി. ഏലം പാടെ പോയിരിക്കുകയാണ്. കാറ്റടിച്ച് മുഴുവൻ കൃഷിക്കാർക്ക് ഭയങ്കരമായി നഷ്ടം. ഈ പ്രാവശ്യം നിലവിൽ ഉൽപ്പാദനം കൂടിയിട്ടുണ്ടായിരുന്നു. ഒരു ശകലം ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃഷിക്കാർക്ക് ഒരു ശകലം ആശ്വാസം എന്ന നിലയിലാണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കാലാവസ്ഥ മോശമായി കാറ്റടിച്ചതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ ഉടുമ്പൻചോല താലൂക്കിലെ കൃഷിക്കാർക്ക് വളരെ നാശനഷ്ടമാണ് ഇപ്പോൾ നിലവിലുണ്ടാക്കി. കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ സർക്കാർ സഹായമില്ലാതെ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. പ്രതിസന്ധിയിലായ ഏലം മേഖലയെ സഹായിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.